ഈദുൽ ഫിത്തർ പ്രമാണിച്ച് സുഡാനിൽ പ്രഖ്യാപിച്ചിരുന്ന 3 ദിവസത്തെ വെടിനിർത്തൽ ഇന്ന് അവസാനിക്കും. അതിനിടെ സുഡാനിൽ നിന്ന് കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യങ്ങൾ. 101 പേരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞതായി ജർമ്മൻ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇവരെ ജോർദാനിലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി ഹരിത ചേരുന്നു. ഹരിത, 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം അത് ഇന്ന് അവസാനിക്കുകയാണ്. നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? സുഡാനിൽ ഇപ്പോഴും ശാന്തത തുടരുകയാണോ, അതോ സൈന്യവും അർദ്ധസൈന്യവും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിലേക്ക് കടന്നിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, സുഡാനിലെ ആഭ്യന്തര സംഘർഷം നിലവിലും തുടരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സുഡാനിൽ ഖർത്തൂമിൽ സംഘർഷാവസ്ഥ അതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും ഈ ഒരു 3 ദിവസത്തെ ഈ ഒരു ഇടവേളയിൽ സുഡാൻ നിരവധി രാജ്യങ്ങൾ നയതന്ത്രന്മാരെയും പൗരന്മാരെയും ഒഴിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. സംഘർഷം രൂക്ഷമായ രാജ്യ തലസ്ഥാനം ഖർത്തൂമിൽ നിന്നാണ് ഇന്ന് ഒഴിപ്പിക്കൽ സാധ്യതയുള്ളത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം മുതൽ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒഴിപ്പിക്കൽ വളരെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ദ്രുതഗതിയിലുള്ള ഓപ്പറേഷനിലൂടെ 100-ൽ താഴെ ആൾക്കാരെ ഒഴിപ്പിക്കാൻ സാധിച്ചു എന്നാണ് US അധികൃതർ അറിയിച്ചിരുന്നത്. 3 ഷിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചായിരുന്നു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായിരുന്നത്. എന്നാൽ ഖർത്തൂമിലെ അമേരിക്കൻ എംബസി അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അമേരിക്കൻ എംബസിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും ഒഴിപ്പിക്കൽ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ പൗരന്മാരെയും ഒഴിപ്പിക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഏകദേശം 153ഓളം ആൾക്കാരെ 12 ഇന്ത്യക്കാരെ ജിദ്ദയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ചയായിരുന്നു സംഭവം. സൗദി അറേബ്യ അവരുടെ പൗരന്മാർക്കൊപ്പം 12 ഇന്ത്യക്കാരെയായിരുന്നു ജിദ്ദയിൽ എത്തിച്ചിരുന്നത്. സൗദി നാവികസേനയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരമൊരു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായിരുന്നത്. അതേസമയം വ്യോമമാർഗം എത്തിക്കാൻ സാധിക്കാത്തതിനാൽ കടൽ മാർഗമാണ് ഇവരെ സൗദിയിലേക്ക് എത്തിച്ചിരുന്നത്. അതേസമയം നാവികസേനയുടെ INS സുമേധ തുറമുഖ നഗരമായ പോർട്ട് സുഡാനിൽ എത്തിച്ചേരുകയായിരുന്നു. വ്യോമസേനയുടെ 130J വിമാനങ്ങളാണ് ജിദ്ദ വിമാനത്താവളത്തിലുമായി സജ്ജമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. എങ്കിലും ഇന്ന് 72 മണിക്കൂർ വെടിനിർത്തലിന് ശേഷം ഇന്ന് എങ്ങനെയായിരുന്നു സുഡാനിലെ വരും ദിവസങ്ങളിലെ സാധ്യത മുൻകൂട്ടി അറിയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും സംഘർഷാവസ്ഥ അതേ രീതിയിൽ തുടർന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ പരമാവധി പൗരന്മാരെ അവിടെ നിന്നും ഒഴിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭദ്ര. ശരി ഹരിത, സുഡാനിൽ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് പ്രഖ്യാപിച്ചിരുന്ന 3 ദിവസത്തെ വെടിനിർത്തൽ ഇന്ന് അവസാനിക്കുകയാണ്. അതിനിടെ സുഡാനിൽ നിന്ന് കൂടുതൽ പേരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും രാജ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 101 പേരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞെന്ന ജർമ്മൻ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇവരെ ജോർദാനിലേക്ക് മാറ്റി. അതേസമയം ഇന്ത്യൻ പൗരന്മാരെ നിരവധി പേരെ രക്ഷിച്ച് ജിദ്ദയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് സൗദി മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം മറ്റു രാജ്യങ്ങളിലേക്ക് ഉള്ള പൗരന്മാരെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് അയൽ രാജ്യങ്ങളോടൊക്കെ തന്നെ ഇന്ത്യ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ നാവികസേനയും വ്യോമസേനയും ഒക്കെ സജ്ജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരിത.